ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജീവേട്ട, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. അതിനിപ്പോ എന്താ ഉണ്ടായത്? കരയാതെ കാര്യം പറ. എത്രയും വേഗം നമ്മുടെ വിവാഹം നടത്തണം. നാളെ എങ്കിൽ നാളെ. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ഇനി ഒരു രജിസ്റ്റർ വിവാഹമാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് വയ്യ. ശിശിരേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. രാജീവേട്ടൻ വിളിച്ചാ ഞാൻ എവിടേക്ക് വേണമെങ്കിലും ഇറങ്ങി വരാം. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ഈ വീട്ടില് ആരുടെ സമ്മതത്തോടു കൂടി നമ്മുടെ വിവാഹം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവർക്കെല്ലാം അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. രാജീവേട്ടൻ ഈ കാര്യത്തില് ഇപ്പൊ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. എടോ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ്. തന്റെ അമ്മയും ഗോകുലിനെ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ അവിടെ വന്ന് ഗോകുലിനോട് ഒന്നുകൂടി സംസാരിക്കാം. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. രാജീവേട്ടൻ എന്നോട് ആത്മാർത്ഥമായി എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നാളെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്താടി അവനോട് വിളിച്ചു പറഞ്ഞേ? കേട്ടു കാണുമല്ലോ. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാനാണോ നിന്റെ തീരുമാനം? ഗൂഗിളിനെ നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് സമ്മതിപ്പിക്കാം. എനിക്കിപ്പോ ആ പ്രതീക്ഷയൊന്നുമില്ല. അവൻ നിനക്ക് വല്ല കൂടോത്രം തന്നിട്ടുണ്ടോ ഇങ്ങനെ അവന്റെ പിന്നാലെ നടക്കാൻ? ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ ജീവിതം കുളം തൊണ്ടി പോവും. പറഞ്ഞേക്കാം ഞാൻ. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. സമൃദ്ധി, നീ വിചാരിക്കുന്ന പോലൊരാളല്ല നിന്റെ ഈ അമ്മായിയമ്മ. സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ഇവരെന്തും ചെയ്യും. അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല. ചിലപ്പോ ജീവിതത്തിൽ ഒരിക്കലും മനസ്സിലായെന്നും വരേയില്ല. ഇവർക്ക് ഇവരുടെ മകന്റെ കാര്യം മാത്രമാ. അതിനുവേണ്ടി ആരോടും എന്ത് ദ്രോഹവും ഇവര് ചെയ്യും. നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് ഇവളോട് പറയട്ടെ ഞാൻ. നിങ്ങളെന്നെ തല്ലിയല്ലേ? ഞാൻ എല്ലാം വിളിച്ചു പറയപ്പോ നോക്കിക്കോ. സമൃദ്ധേ, ഇവരെന്തൊക്കെയാ ചെയ്തതെന്ന് നിനക്കറിയാമോ? ഇനി ആരും ഈ വീട്ടില് സമാധാനത്തോടെ ജീവിക്കില്ല. ഇതെന്തൊരു കഷ്ടം ഇത്. നിങ്ങൾ ഇങ്ങനെ വഴക്കൂടിയാ ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിളിനെ വിളിച്ച് പറയും. ഇതിങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ഇനിയും എന്റെ കാര്യത്തിൽ എതിര് നിന്നാലേ അന്ന് ഹോസ്പിറ്റലിൽ നടന്നത് എന്താന്ന് ഞാൻ പരസ്യമായിട്ട് സമൃദ്ധിയോട് വിളിച്ചു പറയും.